എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. സോ നേരെ നോക്കിക്കോളൂ, നേരെ നോക്കിയിരുന്നോളൂ. ഇവിടെ 40 ആണെങ്കിൽ വേറെ എവിടെയാണ് 40 ഡിഗ്രി വരിക? ഇവിടെ. ദിസ് ഈസ് 40, ദിസ് ഓൾസോ 40. വൈ ഐസോസ്ലെസ്. AOC എന്നുള്ളത് ഐസോസ്ലെസ് ആണ്, കാരണം ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്. എനി ഡൗട്ട്? 40 എത്രയായി? 80. അപ്പൊ ഇവിടെ എത്ര വരും? 100 വരും, കാരണം അത് 180 ആവണ്ടേ. സോ ഇവിടെ 100 വരും. മനസ്സിലായോ? ഇവിടെ 100 വന്ന മോനെ ഇവിടെ എന്താ വരിക? 50. ഇവിടെ 50 വന്ന ഇവിടെ എന്താ വരിക? 130. അതെങ്ങനെ ഇവിടെ 130 വന്ന്? ഒന്നും മനസ്സിലായില്ലല്ലോ. ആദ്യം മുതൽ മെല്ലെ പറയാം. ഇതുവരെ 100 മനസ്സിലായില്ലേ? ഇവിടെ 50 വന്ന് മനസ്സിലായവരൊന്ന് കൈവക്കിക്കാം. സെൻട്രൽ ആംഗിളിന്റെ നേരെ ഹാഫ് ആയിരിക്കും ഇവിടെ വരികന്ന്. ക്ലിയർ അല്ലേ? സോ ഞാൻ ആൻസർ ഒന്ന് എഴുതാൻ പോവുകയാണ്. AOC എത്ര ഡിഗ്രിയാണ്? AOC എത്രയാണ്? 100 അല്ലേ? ആംഗിൾ D എത്ര ഡിഗ്രിയാണ്? 50. ആംഗിൾ B എത്ര ഡിഗ്രിയാണ്? ഇത് സൈക്ലിക് കോർഡിനേറ്റർ ആണ്. ഇതും കൂടി ആഡ് ചെയ്താൽ 180 കിട്ടണം. അപ്പൊ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 130 അല്ലേ? സൈക്ലിക് കോർഡിനേറ്ററിന്റെ ഓപ്പോസിറ്റുകൾ ആഡ് ചെയ്താൽ എത്ര ഡിഗ്രി കിട്ടണം? 180 കിട്ടണം. സോ അത് 130. ഇനി ഒരു BAQ എന്നൊരു വ്യത്യസ്ത സാധനം കൂടി ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് BAQ? BAQ എത്രയായിരിക്കും? ഇതാണ് ഇവിടുത്തെ ഏറ്റവും ടെസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ 130 ഉണ്ട്, ഇവിടെ 20 ഉണ്ട്. നോ, 130 ഉണ്ട്, ഇവിടെ 20 ഉണ്ട്. ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? ഇത് 130 20 ആഡ് ചെയ്ത 150. ഇവിടെ എത്രയായിരിക്കും? 30. ഇതാണ് ഇതിലെ ഏറ്റവും ടെസ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കിക്കോളൂ. ടാൻജന്റും ടാൻജന്റ് അത്ര സൗകുമാരിതൊന്നും ഉണ്ടാവില്ല. ദിസ് ഈസ് ടാൻജന്റ്, ദിസ് ഈസ് കോഡ്. ടാൻജന്റും കോഡും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഈ കോഡിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിളിനോട് ഈക്വൽ ആണ്. സോ ദിസ് ഈസ് 30. അല്ലാതെ മുകളിലത്തെ 50 ആക്രാന്തം കാണിച്ച് എഴുതി വെച്ച എക്സാമിന്റെ മാർക്ക് ഗോവിന്ദ. ഒന്നുകൂടി പറഞ്ഞുതരാം, റിപ്പീറ്റ് ചെയ്യാം. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നേരെ നോക്കിയിരുന്നോളൂ. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും ആക്രാന്തം കാണിച്ച് ആൻസർ എഴുതരുത്. ഇവിടെ എത്രയാണ്? 130 20 150 ആയി അല്ലെ? 150 ആയി. ഇവിടെ എത്ര ഡിഗ്രിയാണ്? 30. ഈ 30ക്ക് നേരെ ഓപ്പോസിറ്റ് കോഡുണ്ടോ? കോഡുണ്ട്. കോഡില്ലേ? ഈ കോഡും ടാൻജന്റും തമ്മിൽ ആംഗിൾ ഉണ്ടാക്കുന്നുണ്ടോ? അതും ഈക്വൽ ആണ്. എന്ന് പറഞ്ഞാല് A ക്വസ്റ്റ്യനും B ക്വസ്റ്റ്യനും ഈസി ആയിരിക്കും. സിയും ഡിയും കുറച്ചും കൂടി ഹയർ കൂടിയതായിരിക്കും. കഴിഞ്ഞ വർഷം ഇവിടെ എക്സാമിന് ഇത് ചോദിച്ചപ്പോ എല്ലാ കുട്ടികളും എഴുതിയ ആൻസർ എന്തായിരിക്കും? 50 എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. മാർക്ക് പോവും. സോ വളരെ ശ്രദ്ധിച്ച് വേണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ആൾക്കൊന്ന് പറഞ്ഞു കൊടുക്കുക. സ്റ്റാർട്ട്.